പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ഒരു നല്ല സ്വഭാവമത്രേ പ്രാർത്ഥന. ഇതാ തിരുവചനം പറയുന്നു, അവൻ അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടിട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ആരും കൂടെ വന്നില്ലെങ്കിലും ആരും കൂട്ടിനില്ലെങ്കിലും തൻ്റെ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം മുടക്കം വരുത്തുന്നില്ല. തിരുവചനം പറയുന്നു, അവൻ അതികാലത്തെ എഴുന്നേറ്റു, നന്നാ രാവിലെ ഇരുട്ടോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പുറപ്പെട്ടു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിപ്പാൻ പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ടിട്ട് ഹല്ലേലൂയ തനിയെ പോയി ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ യേശുവിന് കഴിഞ്ഞു. യേശു അങ്ങനെ ചെയ്തെങ്കിൽ ദൈവമക്കളായ നമ്മളെക്കുറിച്ചും ദൈവം അതുതന്നെ ആഗ്രഹിക്കുന്നു. ആരും കൂടെ എഴുന്നേറ്റില്ലെങ്കിലും ആരും കൂടെ പ്രാർത്ഥിക്കാനില്ലെങ്കിലും ആരും കൂടെ സമയം ചെലവഴിപ്പാനില്ലെങ്കിലും ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കുമെങ്കിൽ നിശ്ചയമായി അവരുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും. യേശു അതികാലത്ത് എഴുന്നേറ്റു, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? 36-ാം വാക്യം പറയുന്നു, ശിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ പിന്നാലെ വരും. പലപ്പോഴും ലോകത്തെ ആകർഷിപ്പാൻ, ലോകക്കാരെ കൂട്ടുവാൻ മനുഷ്യർ പലതും ചെയ്യാറുണ്ട്. ഈ ലോകത്തിൽ നോക്ക്, മനുഷ്യർ പലതും ചെയ്ത് തൻ്റെ പിന്നാലെ ആളെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. തൻ്റെ കൂടെ ഒരു ജനത്തെ ഉണ്ടാക്കാൻ പലതും ശ്രമിക്കും. പ്രിയരെ, നിങ്ങൾ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ദൈവമുമ്പാകെ മുഴങ്കാൽ മടക്കുന്ന വ്യക്തിയാണോ? നിൻ്റെ പിന്നാലെ ആൾക്കാർ വരും, നിൻ്റെ പിന്നാലെ ലോകം വരും. ലോകം നിൻ്റെ പിന്നാലെ വരുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നീയും മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. നീ മുഴങ്കാലിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിൻ്റെ പിന്നാലെ വരും. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെങ്കിൽ ഹല്ലേലൂയ ലോകവും അതിൻ്റെ മോഹവും ഹല്ലേലൂയ അത് ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്ന ഒരു ദൈവ പൈതൽ നിലനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ സകലതും നിന്നെ പിൻപറ്റുവാൻ, നിൻ്റെ പിന്നാലെ വരുവാൻ, നിൻ്റെ മമത അന്വേഷിക്കുവാൻ, നിൻ്റെ കയ്യിൽ നിന്ന് സഹായം ചോദിപ്പാൻ പലരും അടുത്തു വരും. നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ, നിന്നെക്കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കാൻ, നിൻ്റെ കരത്തിലൂടെ വലിയവ ചെയ്യിപ്പിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തര. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവനെക്കൊണ്ട് വലിയ വേലകൾ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. അപ്പസ്തോലന്മാർ യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചതുകൊണ്ട് അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിച്ചു. അവർ പോകുന്ന വഴികളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും നല്ലൊരു സ്വഭാവവും അതുതന്നെയാണ്. ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യും എന്നരുളി ചെയ്ത് അവൻ്റെ വേല അവൻ നമ്മെ ഏൽപ്പിച്ചു. മഹത്തരമായ കാര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മുടെ കഴിവിനെക്കാട്ടിലും നമ്മുടെ യോഗ്യതയെക്കാട്ടിലും അപ്പുറമായി ദൈവമഹത്വത്തിനു വേണ്ടി നമ്മെ ഉപയോഗിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ശിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിച്ച് പിന്നാലെ ചെല്ലുന്നു. പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിച്ച് ചെല്ലുവാൻ പലരുമുണ്ട്. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായം 11-ാം വാക്യത്തിൽ അനന്യാസിനോട് ദൈവം പറയുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, നീ അവനെ പോയി കാണണം. ആര് പ്രാർത്ഥിക്കുന്നു? ശൗൽ എന്നവൻ, മുമ്പ് ദൈവസഭയെ പീഡിപ്പിച്ചവൻ, ദൈവസഭയ്ക്ക് വിരോധമായിരുന്നവൻ. ഇപ്പോൾ ഇതാ അവൻ പ്രാർത്ഥിക്കുക. നീ അവൻ്റെ കാര്യത്തിന് വേണ്ടി, അവൻ്റെ ജീവിതത്തിലെ ദൈവ പദ്ധതിക്ക് വേണ്ടി നീ ചെല്ലണം എന്ന് പറഞ്ഞ് അനന്യാസിനെ ദൈവം അയക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് പറയും, നോക്ക്, എൻ്റെ മകൻ ഇന്ന സ്ഥലത്ത് ഇന്ന ഇടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക, അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ നീ കടന്നു ചെല്ലണം എന്ന് പറഞ്ഞ് ദൈവം തൻ്റെ ദൂതനെ അയക്കും. ഈ രാവിലെയും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ദൈവമുമ്പാകെ
മുഴങ്കാലും മടക്കുന്ന നിൻ്റെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവം ചിലരെ അയക്കും. ഇതാ മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, അവനോട് ശിഷ്യന്മാർ പറഞ്ഞു, നാം അടുത്ത ഊരുകളിലേക്ക് പ്രസംഗത്തിന് നാം അവിടേക്ക് പോകുക, ഇതിനായിട്ടല്ലോ ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസിനെ അവിടെ വെളിപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്നു. പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്തുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെട്ട് വരും, ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. നിങ്ങൾ ദൈവമുമ്പാകെ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ്റെ കഴിവിനപ്പുറത്ത്, മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറത്ത് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. നാം അനേകരുടെ മുമ്പാകെ ദൈവം നല്ലവനെന്ന്, വല്ലഭനെന്ന്, വിശ്വസ്തനെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഇന്ന് പകൽക്കാലവും ഒരു തീരുമാനമെടുക്കാം. അതികാലത്ത് ഇരുട്ടോടെ നാം എഴുന്നേറ്റ് ദൈവമുമ്പാകെ മുഴങ്കാലും മടക്കും, ദൈവമുമ്പാകെ പ്രാർത്ഥിക്കും. ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിനക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. നിൻ്റെ കൂടെ, നിൻ്റെ പിന്നാലെ ആൾക്കാരെ ദൈവം കൂട്ടും. 2, നിന്നെ അന്വേഷിച്ച് നിൻ്റെ കാര്യത്തിന് മറുപടിയുമായി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. 3, നിന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുത്തും. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.